പ്രണയിക്കുന്നതോ വിവാഹം കഴിക്കുന്നതോ ഇഷ്ടമല്ലാത്ത ഒരു നായകൻ. ആ നായകന് ഒരു കഴിവ് കിട്ടുന്നു. ഏതെങ്കിലും പ്രണയ ജോഡികൾ കിസ് ചെയ്യുന്നത് ഈ നായകൻ കണ്ടാൽ ഈ പ്രണയ ജോഡികളുടെ ഭാവി എന്താകുമെന്ന് ഈ നായകന് മനസ്സിലാകാൻ കഴിയും. പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്ത ഈ നായകനും ഒരു പ്രണയം ഒടുവിലുണ്ടാകുന്നു. ഈ നായകന്റെ ഭാവി എന്താകും? നല്ലൊരു ട്വിസ്റ്റുള്ള പ്രണയ കഥയാണ് തമിഴിലിറങ്ങിയ കിസ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ മൂവി എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ ഒരു രാജാവിന്റെ കഥ കാണിക്കുന്നുണ്ട്. ആ രാജാവിന് അയൽ രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യം വലുതാക്കണം. അതിനുവേണ്ടി അയാൾ ഒരു പദ്ധതി രൂപീകരിക്കുന്നു. 12 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഒരു സൈന്യമുണ്ടാക്കുന്നു. ഈ സൈന്യത്തിലുള്ളവർക്ക് പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ പാടില്ല. യുദ്ധത്തിൽ തന്നെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയായിരുന്നു രാജാവ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. അഥവാ ആരെങ്കിലും ഈ നിയമം തെറ്റിച്ചാൽ അവർക്ക് കടുത്ത ശിക്ഷയും കിട്ടും. എന്നാൽ ഈ രാജാവിൻ്റെ സൈന്യത്തിൽപ്പെട്ട സേന്തൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവ് അല്ലി എന്ന് പറയുന്ന ഒരു പെണ്ണുമായി നല്ല പ്രണയത്തിലാകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും നിരന്തരം കാണാനും പ്രണയിക്കാനും വേണ്ടി അല്ലി ഒരു സൈനികന്റെ വേഷം കെട്ടി സേന്തന്റെ കൂടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അല്ലിയോട് കടുത്ത പ്രണയം തോന്നിയ സേന്തൻ തൻ്റെ പ്രണയത്തിനെ കുറിച്ചെല്ലാം ഒരു ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നുമുണ്ട്. ഈ ബുക്ക് രാജാവിൻ്റെ മറ്റൊരു സൈനികന്റെ കയ്യിൽ കിട്ടുകയും രാജാവ് ആ ബുക്ക് വായിക്കുകയും സേന്തന്റെയും അല്ലിയുടെയും പ്രണയം പിടിക്കപ്പെടുകയും ചെയ്യുന്നു. ആ രാജാവ് അല്ലിയെ സേന്തന്റെ മുന്നിൽ തന്നെ കെട്ടിയിട്ട് ജീവനോടെ തീയിടുന്നു. സേന്തനും ആ തീയിലേക്ക് ചാടുന്നു. ചാടുന്നതിന് മുമ്പ് ഒരു ശാപവും കൊടുക്കുന്നു രാജാവിന്. നീയും നിന്റെ ജീവിതത്തിൽ പ്രണയിക്കും, പക്ഷേ നിനക്ക് ആ പ്രണയം ലഭിക്കാതെ പ്രണയത്തിന്റെ വേദന അറിഞ്ഞ് നീ മരിക്കും. നീ എത്ര ജന്മം പുനർജനിച്ചാലും നിനക്കിത് തന്നെയായിരിക്കും ബലം. സിനിമയിൽ അടുത്ത് നായകനെ കാണിക്കുന്നുണ്ട്. നായകന്റെ പേര് നെൽസൺ. അച്ഛനും അമ്മയും അനിയനും ഒക്കെ ആയിട്ട് സന്തോഷമായ ഒരു കുടുംബം. നായകന്റെ അടുത്ത് നായകന്റെ അമ്മ ചോദിക്കുന്നു, നീ കല്യാണം കഴിക്കുന്നില്ലേ? അവന് പ്രണയിക്കാനും ആഗ്രഹമില്ല, എന്നാൽ കല്യാണം കഴിക്കാനും ആഗ്രഹമില്ല. ഈ മെന്റാലിറ്റിയാണ് നായകന്. ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് തനിക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അപ്പോൾ കല്യാണം കഴിക്കാം എന്നാണ് നായകൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ നായകനായ നെൽസൺ തൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന ക്ലിനിക്കിലേക്ക് ആഹാരവുമായി പോവുകയാണ്. അവിടെ വെച്ച് അച്ഛൻ മറ്റൊരു സ്ത്രീയെ കിസ് ചെയ്യുന്നത് ഈ നെൽസൺ കാണുന്നു. ഇത് കുടുംബത്തിൽ അറിയുകയും അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുകയും ചെയ്യുന്നു. ഇതുകൂടിയാകുമ്പോൾ പ്രണയത്തെ കുറച്ചുകൂടി വെറുക്കാൻ തുടങ്ങുകയാണ് നായകൻ. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നു പോകുന്നു. സിനിമയിൽ അടുത്ത് ഒരു കടൽക്കരയാണ് കാണിക്കുന്നത്. കടൽ തിരയടിച്ച് ഒരു ബുക്ക് കരയിലടിയുന്നു. ഈ ബുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരൻ എടുക്കുകയാണ്. പണ്ട് രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന സൈനികനായ സേന്തൻ എഴുതിയ അതേ ബുക്ക് തന്നെയായിരുന്നു ഇത്. ഈ ബുക്കുമായി ആ പിച്ചക്കാരൻ ആ കടൽ പരിസരത്തുള്ള പാർക്കിലേക്ക് വരികയാണ്. അവിടെ നമ്മുടെ നായകനും ഉണ്ടായിരുന്നു. ആ പാർക്കിൽ കിടന്ന് കറങ്ങുന്ന പിച്ചക്കാരനെ കാണുന്ന സെക്യൂരിറ്റി പിച്ചക്കാരനെ പാർക്കിൽ നിന്നും ഓട്ടിച്ചു വിടുന്നു. പക്ഷേ പിച്ചക്കാരന്റെ കയ്യിലിരുന്ന ആ ബുക്ക് അവിടെ തറയിൽ വീഴുകയും ചെയ്യുന്നു. അതേ പാർക്കിൽ തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു സാറ എന്ന് പറയുന്ന സുന്ദരിയായ പെണ്ണ്. അവൾ ഈ തറയിൽ കിടക്കുന്ന ബുക്ക് കാണാനിടയാകുന്നു. ആ ബുക്ക് കിടന്ന പരിസരത്ത് അപ്പോൾ ഉണ്ടായിരുന്നത് നായകനായ നെൽസനാണ്. നായകന്റേതാണ് ആ ബുക്ക് എന്ന് കരുതി സാറ ആ ബുക്ക് എടുത്ത് നായകന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് തന്റെ ബുക്കല്ല എന്ന് നായകൻ പറയുന്നതിന് മുമ്പ് തന്നെ സാറ അവിടെ നിന്നും പോയും കഴിഞ്ഞിരുന്നു. ആ ബുക്കുമായി നെൽസൺ താൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവിടുത്തെ ലിഫ്റ്റിൽ തൻ്റെ അനിയനും അവൻ്റെ കാമുകിയും കിസ് ചെയ്യുന്നത് നെൽസൺ കാണാനിടയാകുന്നു. ഉടനെ തന്നെ നെൽസന്റെ ഉൾക്കണ്ണിൽ ദൃശ്യമാവുകയാണ് നെൽസന്റെ അനിയനെയും അവൻ്റെ കാമുകിയും കാമുകിയുടെ മുൻ കാമുകൻ കൊല്ലാൻ ശ്രമിക്കുന്നതായി. എന്നാൽ നെൽസൺ അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിറ്റേ ദിവസം അനിയൻ എവിടെയെന്ന് അമ്മയുടെ ചോദിക്കുമ്പോൾ അനിയൻ ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇവന്റെ അനിയനെ കൊല്ലുന്നതായി തലേ ദിവസം നെൽസൺ ഉൾക്കണ്ണിൽ കണ്ടത്. നെൽസൺ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുകയും അനിയനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം നെൽസൺ തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നു. ഇങ്ങനെ അനിയൻ കിസ് ചെയ്യുന്ന സമയത്ത് തനിക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ച് കാണാൻ പറ്റിയെന്ന്. എന്നാൽ കൂട്ടുകാരൻ അത് വിശ്വസിക്കുന്നില്ല. കൂട്ടുകാരനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നെൽസൺ അവനെയും കൊണ്ട് ഒരു ബീച്ചിലേക്ക് പോവുകയും അവിടെ കിസ് ചെയ്യുന്ന പ്രണയ ജോഡികളെ നോക്കിയിട്ട് അവരുടെ ഭാവി എന്താകുമെന്ന് നെൽസൺ കൃത്യമായി പറയുന്നു. ഇതെല്ലാം കറക്റ്റായി നടക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി നെൽസന്റെ കൂട്ടുകാരനും ബോധ്യമാകുന്നു ഇവന് കിസ് ചെയ്യുന്നവരെ നോക്കി അവരുടെ ഭാവി പറയാൻ പറ്റുമെന്ന്.
ഇങ്ങനെ പല പ്രണയ ജോഡികളും കിസ് ചെയ്യുന്നത് നെൽസൺ കാണാനിടയാകുന്നു. അവരുടെ ഭാവിയും നെൽസന് മനസ്സിലാകുന്നു. പക്ഷേ പ്രണയം ഇഷ്ടമല്ലാത്ത നെൽസൺ അവരുടെ പ്രണയത്തിനെയെല്ലാം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രണയിക്കുന്നവരെ രണ്ട് വഴിക്കാക്കി കൊടുക്കുന്ന നെൽസൺ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴെല്ലാം ശാപവാക്കുകൾ കിട്ടുന്നത് പോലെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നു. ഇത് തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുകയും കൂട്ടുകാരൻ്റെ ഡോക്ടറായ അച്ഛനെ നെൽസനെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരൻ്റെ അച്ഛൻ ചോദിക്കുന്നു, നിനക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ ഭാവി കാണാൻ കഴിയുന്നത് എപ്പോൾ മുതലാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറയുന്നു. എന്നാൽ തനിക്ക് ഈ കഴിവ് എപ്പോൾ മുതലാണ് കിട്ടിയത് എന്നുള്ള കാര്യം നെൽസന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നെൽസൺ നേരെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുന്ന നെൽസൺ സേന്തൻ എഴുതിയ പ്രണയത്തിന്റെ ആ ബുക്ക് വീട്ടിലിരിക്കുന്നത് കാണുന്നു. ആ ബുക്ക് പാർക്കിൽ വെച്ച് എനിക്ക് കിട്ടിയതാണ്. അത് തൊട്ടാണ് തനിക്ക് ഈ കഴിവ് കിട്ടിയതെന്നും നെൽസന് മനസ്സിലാകുന്നു. ഈ ബുക്കിനെ കളയുകയാണെങ്കിൽ ഭാവി കാണാനുള്ള തൻ്റെ ആ കഴിവും തന്നിൽ നിന്ന് വിട്ടുപോകുമെന്ന് നെൽസൺ വിചാരിക്കുന്നു. അങ്ങനെ ബുക്കിനെ പല സ്ഥലത്തും നെൽസൺ കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചുറ്റിക്കറങ്ങി വീണ്ടും ആ ബുക്ക് നെൽസന്റെ അടുത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്യും. ബുക്ക് എത്ര കൊണ്ട് കളഞ്ഞിട്ടും തിരിച്ചു വരുന്ന കാര്യം തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനായ ഡോക്ടറിൻ്റെ അടുത്ത് നെൽസൺ ചെന്ന് പറയുന്നു. അയാൾ പറയുന്നു, നിനക്ക് ഈ ബുക്ക് ആരാണോ തന്നത് അയാളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ ചിലപ്പോൾ നിന്റെ ഈ കഴിവ് വിട്ടുപോകുമായിരിക്കും. അങ്ങനെ നെൽസൺ ബുക്ക് തന്ന പെണ്ണിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. പാർക്കിലേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണിനെ മാത്രം നെൽസന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അമ്മയുടെ കടയിലിരിക്കുന്ന സമയത്ത് ഒരു നോട്ടീസ് കാണാൻ ഇടയാകുന്നു. ഒരു ഡാൻസ് ക്ലാസിൻ്റെ നോട്ടീസ്. ആ ക്ലാസ് നടത്തുന്നത് ഈ ബുക്ക് തന്ന പെണ്ണ് തന്നെയായിരുന്നു. ബുക്ക് തന്ന പെണ്ണിനെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ഡോക്ടറിനെ വിളിച്ച് നെൽസൺ അറിയിക്കുന്നു. ഡോക്ടർ പറയുന്നു, അവളുടെ ഡാൻസ് ക്ലാസ്സിൽ നീ ചേരണം, എന്നിട്ട് ഈ ബുക്ക് തന്ന കാര്യം അവളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊടുക്കുകയും വേണം. നെൽസൺ അങ്ങനെ സാറ എന്ന് പേരുള്ള ഡാൻസ് ക്ലാസ് ഇട്ടിക്കുന്ന ആ പെണ്ണിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ചെന്ന് ചേരുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ ആദ്യമായി കണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അവൾ പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്, ഇവിടെ ഡാൻസ് ക്ലാസ്സിൽ വെച്ച്, അതായത് ബുക്ക് കൊടുത്ത കാര്യം അവൾക്കും ഓർമ്മയില്ല. സാറയുടെ ഡാൻസ് ക്ലാസ്സിൽ ചേരുന്ന നെൽസന്റെ നല്ല ആറ്റിറ്റ്യൂഡ് കണ്ട് സാറയ്ക്ക് പതുക്കെ പതുക്കെ നെൽസനോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. നെൽസനും തിരിച്ച് അങ്ങനെ തന്നെയാണ്, പക്ഷെ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഇവരുടെ സൗഹൃദം തുടർന്ന് പോകുന്നതിനിടയിൽ സാറ തൻ്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് നെൽസനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആ കൂട്ടുകാരി തൻ്റെ ഭർത്താവിനെ കിസ് ചെയ്യുന്നത് നെൽസൺ കാണുന്നു. അങ്ങനെ അവരുടെ ഭാവി എന്താകുമെന്ന് നെൽസന്റെ ഉൾക്കണ്ണിൽ കാണുകയാണ്. 14 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച അവർ ഡിവോഴ്സായി പിരിയുമെന്നാണ് നെൽസൺ ഉൾക്കണ്ണിൽ കാണുന്നത്. പ്രണയത്തെ ഇഷ്ടപ്പെടാതിരുന്ന നെൽസൺ ആദ്യമായി ഒരു പ്രണയത്തിന്റെ ദുരന്തം കണ്ട് വിഷമിക്കുകയാണ്. അന്ന് തന്നെ നെൽസൺ സാറയെ താൻ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം കൂട്ടുകാരൻ്റെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്. ആ ബുക്ക് പിറ്റേന്ന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് സാറയുടെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും നെൽസൺ തീരുമാനിക്കുന്നു. പിറ്റേന്ന് തന്നെ സാറയുടെ ഡാൻസ് ക്ലാസ്സിൽ ബുക്കുമായി എത്തുന്ന നെൽസൺ ബുക്ക് സാറയ്ക്ക് നേരെ വച്ച് നീട്ടുന്നു. സാറ അത് കണ്ടില്ല നടിച്ചിട്ട് ബുക്ക് വാങ്ങിച്ച് ഒരിടത്ത് വച്ചതിന് ശേഷം നെൽസനെയും വിളിച്ച് നേരെ ബീച്ചിലേക്ക് എത്തുകയാണ് ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. അവിടെ വെച്ച് സാറയും നെൽസനും ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് ചെയ്യുന്നതിനിടയിൽ സാറ നെൽസനെ കിസ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ സാറയ്ക്കും നെൽസനും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നെൽസൺ ഉൾക്കണ്ണിൽ കാണുന്നു. സാറ ഭാവിയിൽ മരിക്കുകയും നെൽസൺ ആ ശവക്കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്നതുമാണ് നെൽസൺ ഉൾക്കണ്ണിൽ കാണുന്നത്. ഇത് മനസ്സിലാക്കിയ നെൽസൺ സാറയെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഒന്നും പറയാതെ തിരിഞ്ഞു നടന്ന് നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. പിറ്റേ ദിവസം തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനായ ഡോക്ടറിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നു. തനിക്ക് കിട്ടിയ ആ ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാൻ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നു. എന്നാൽ ഡോക്ടറിന് അതിൽ എഴുതിയിരിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ആ ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തഞ്ചാവൂരിലുള്ള ഒരു പ്രൊഫസറെ കാണാൻ വേണ്ടി ഇവരെല്ലാവരും കൂടി എത്തുന്നു. ആ പ്രൊഫസർ ആ ബുക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, സേന്തൻ്റെ പ്രണയത്തിനെ കുറിച്ച് എഴുതിയ ബുക്കാണിത്. സേന്തൻ്റെ മരണശേഷം സേന്തനെ കൊന്ന ആ രാജാവ് ഒരു സുന്ദരിയായ രാജകുമാരിയെ പ്രണയിക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രണയത്തിൻ്റെ ആഴത്തിനെക്കുറിച്ച് അയാൾക്ക് മനസ്സിലാകുന്നത്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചും അയാൾ മനസ്സിലാക്കുന്നു. അയാൾ തൻ്റെ രാജകുമാരിയുടെ അടുത്ത് പ്രണയം തുറന്നു പറയുന്നു. പക്ഷേ അടുത്ത നിമിഷം ആ രാജകുമാരി മരിച്ചും പോകുന്നു.
ഈ സമയം സേന്തൻ കൊടുത്ത ആ ശാപത്തിനെ കുറിച്ച് രാജാവ് ഓർമ്മിക്കുന്നു. എത്ര ജന്മമെടുത്തിരുന്നാലും തൻ്റെ പ്രണയിനിയെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ആ രാജാവ് സേന്തൻ എഴുതിയ ആ പ്രണയ ബുക്കുമായി കടലിൽ സ്വയം ഇറങ്ങി ആത്മാഹൂതി ചെയ്യുന്നു. നെൽസൺ ഉൾക്കാഴ്ചയിൽ കണ്ട എല്ലാ കാര്യങ്ങളും നടക്കുമെന്നും ആ ഹിസ്റ്ററി പ്രൊഫസർ നെൽസന്റെ അടുത്ത് പറയുന്നു. നീ എപ്പോഴാണോ സാറയുടെ അടുത്ത് പ്രണയം തുറന്നു പറയുന്നത് അടുത്ത നിമിഷം സാറ മരിക്കും. താൻ ആ രാജാവിന്റെ പുനർജന്മമാണെന്ന് മനസ്സിലാക്കിയ നെൽസൺ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ സാറയെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം തുറന്നു പറയില്ല. തുറന്നു പറഞ്ഞാലല്ലേ അവൾ മരിക്കുകയുള്ളൂ. പ്രണയം തുറന്നു പറയാത്തതിൽ നെൽസന് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ വേറെ നിവർത്തിയില്ല. അങ്ങനെയിരിക്കെ ഒരുപാട് ദിവസം കടന്നു പോകുന്നു. നെൽസനെ കാണാതായപ്പോൾ സാറ നെൽസന്റെ അമ്മയുടെ കടയിൽ നെൽസനെ അന്വേഷിച്ച് എത്തുകയാണ്. അവിടെ വെച്ച് നെൽസനെ സാറ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുന്നു. പക്ഷേ നെൽസൺ സാറയെ അവോയ്ഡ് ചെയ്യുന്നു. ഒരിക്കലും നെൽസനെ സാറ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് സാറയെ നെൽസൺ അവോയ്ഡ് ചെയ്യുന്നത്. സാറ കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഹിസ്റ്ററി പ്രൊഫസർ നെൽസനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, നിന്റെ ശാപം മാറണമെങ്കിൽ നീ ഈ ജന്മം ചെയ്ത തെറ്റുകൾ തിരുത്തിയാലും ചിലപ്പോൾ അത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന്. ഇതിനുശേഷം നെൽസൺ രണ്ടുപേർ കിസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവരുടെ ഭാവിയും നെൽസന് മനസ്സിലാകുന്നു. അവർ പിരിയുമെന്നാണ് നെൽസന് മനസ്സിലാകുന്നത്. നെൽസൺ അവർ പിരിയുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നെൽസന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സാറയുടെ മരണം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ നെൽസൺ സാറയോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയാത്തത്. എന്നാൽ സാറയുടെ മരണം മുൻകൂട്ടി കണ്ട നെൽസൺ സാറയുടെ മരണം നടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് അതേ സമയം കണ്ടിരുന്നു. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നതായി നെൽസന് മനസ്സിലാകുന്നു. അതായത് നെൽസൺ പ്രണയം തുറന്ന് പറഞ്ഞില്ലെങ്കിലും സാറ മരിക്കും. ഇതിനിടയിൽ സാറയുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. അവിടേക്ക് നെൽസനും എത്തുന്നുണ്ട്. നെൽസനെ പക്ഷേ സാറ മൈൻഡേ ചെയ്യുന്നില്ല. ആ ഹോസ്പിറ്റലിൽ വെച്ച് നെൽസൺ മറ്റൊരു കാഴ്ച കൂടി കാണുന്നു. വേറൊരു പയ്യൻ സൂയിസൈഡിന് ശ്രമിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ വീണ്ടും സൂയിസൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഏത് പയ്യനാണ് എന്ന് നോക്കിയപ്പോൾ നെൽസൺ ഈ പയ്യനെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവൻ്റെ കാമുകിയെ കിസ് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഭാവിയും നെൽസന് മനസ്സിലായി. ഇവർ ഒളിച്ചോടി കല്യാണം കഴിക്കും എന്നായിരുന്നു നെൽസൺ ഉൾക്കാഴ്ചയിൽ കണ്ടത്. നെൽസന് അപ്പോൾ പ്രണയത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവൻ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിൽ നിന്നും തടയിട്ടത് നെൽസൺ ആയിരുന്നു. സ്വന്തം കാമുകിയെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ആ പയ്യൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ നടക്കുന്നത്. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ നെൽസൺ തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് ഈ പയ്യൻ്റെ കല്യാണം ആ പെണ്ണുമായി നടത്തി കൊടുക്കുന്നു. ഇതിനുശേഷം നെൽസൺ നല്ല രീതിയിൽ തന്നെ സാറയെ ഫോളോ ചെയ്യുന്നുണ്ട്. സാറ വിചാരിക്കുന്നത് നെൽസൺ തന്നോട് പ്രണയാഭ്യർത്ഥന നടത്താൻ വേണ്ടി എന്നാണ്. അതും ഒരു ശരിയാണ്. പക്ഷേ സാറ മരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് അവൾക്കൊരു അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നെൽസൺ സാറയെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നത്. ഇതിനുശേഷം തിരിച്ച് വീട്ടിലെത്തിയ നെൽസൺ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ കാണുന്നു. ഫോട്ടോ കണ്ട നെൽസന് ദുഃഖം വരുന്നു. താൻ കാരണമാണല്ലോ തൻ്റെ അച്ഛനും അമ്മയും വരെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. അവരെ ഒരുമിപ്പിക്കാൻ വേണ്ടി നെൽസൺ ശ്രമിക്കുന്നു. അവൻ നേരെ അവൻ്റെ അച്ഛൻ്റെ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തിലാണ്. അച്ഛനും അച്ഛൻ്റെ കാമുകിയുമായി ഒരുമിക്കാൻ പോകുന്നുവെന്ന് നെൽസന് മനസ്സിലാകുന്നു. നെൽസൺ അച്ഛനെ ഒരുപാട് വഴക്കു പറയുന്നു. അച്ഛൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയെയും വഴക്കു പറയുന്നു. അപ്പോഴാണ് നെൽസന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ വീട്ടിൽ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ അവൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. നിന്റെ അച്ഛൻ ആദ്യം സ്നേഹിച്ചിരുന്നത് ആ സ്ത്രീയെയാണ്. പക്ഷേ നിന്റെ അച്ഛൻ്റെ കല്യാണം നടത്തിക്കൊടുക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നീട് നിന്റെ അച്ഛൻ്റെ കല്യാണം ഞാനുമായി കഴിഞ്ഞു. പക്ഷേ നിന്റെ അച്ഛൻ സ്നേഹിച്ച ആ പെണ്ണുണ്ടല്ലോ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛൻ്റെ ക്ലിനിക്കിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. അവർക്കൊരു അസുഖമുണ്ട്. അത് കാരണം അവർക്കിനി അധിക ദിവസം ജീവിച്ചിരിക്കാൻ കഴിയില്ല. അവർ മരിക്കുന്നത് വരെയെങ്കിലും നിന്റെ അച്ഛൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അവരുടെ ആഗ്രഹമാണത്. നിന്റെ അച്ഛനെ ഡൈവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എങ്കിൽ ഞാൻ അയാളെ ഡൈവേഴ്സ് ചെയ്യില്ലായിരുന്നു. ഇതെല്ലാം അറിയുന്ന നെൽസൺ അച്ഛൻ്റെ മുന്നിൽ നിന്ന് കരയുകയും പിന്നീട് മാപ്പും ചോദിക്കുന്നു. ഇപ്പോഴാണ് നെൽസന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ആ ദിവസം സാറയ്ക്ക് ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നെൽസൺ ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷേ നെൽസൺ എത്തുന്നതിന് മുമ്പ് ആ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്റ്റേജിന് തീ പിടിക്കുകയാണ്. സാറ അതിനകത്ത് പെട്ടുപോകുന്നു. ഇത് കാണുന്ന നെൽസൺ സ്വന്തം ജീവൻ പണയം വെച്ച് തീ പിടിക്കുന്ന ആ ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറുകയാണ്. പക്ഷേ സാറയുടെ കാല് എന്തിലോ കുരുങ്ങി എഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആ തീക്കുണ്ടത്തിനിടയിൽ കിടക്കുന്നുണ്ടായിരുന്നു. സാറയെ രക്ഷിക്കാൻ നെൽസൺ ശ്രമിക്കുന്നു. പക്ഷേ എത്ര
ശ്രമിച്ചിട്ടും കുടുങ്ങിയിരിക്കുന്ന സാറയുടെ കാല് ഊരിയെടുക്കാൻ നെൽസന് കഴിയുന്നില്ല. സാറ പറയുന്നുണ്ട് തീ പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. എന്നാൽ നെൽസൺ അവളുടെ കൂടെ തന്നെ മരിക്കാൻ തയ്യാറെടുക്കുകയാണ്. തീ ആളിക്കത്തുന്നു. മരണം കാത്ത് അവർ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു മഴ പെയ്യുകയാണ്. അതിശയകരമായി സാറയും നെൽസനും രക്ഷപ്പെടുന്നു. പിന്നീട് അവരുടെ കല്യാണവും നടക്കുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് നെൽസൺ ആ ബുക്ക് കടലിലേക്ക് വലിച്ചെറിയുകയാണ്. കൂടെ ആ ഹിസ്റ്ററി പ്രൊഫസറുമുണ്ട്. ഹിസ്റ്ററി പ്രൊഫസർ ഒരു കാര്യം നെൽസന്റെ അടുത്ത് പറയുന്നു. നീ ഒരിക്കലും ആ രാജാവാകാൻ സാധ്യതയില്ല. രാജാവ് അല്ലിയെ തീയിലിട്ട് കത്തിച്ചപ്പോൾ സ്വന്തം ജീവൻ നോക്കാതെ ആ തീയിലേക്ക് എടുത്തു ചാടിയത് സേന്തനാണ്. സാറ തീയിൽപ്പെട്ട് മരിക്കാൻ പോയപ്പോൾ അവളെ രക്ഷിക്കാനും സ്വന്തം ജീവൻ കളഞ്ഞ് നീയാണ് തീയിലേക്ക് എടുത്തു ചാടിയത്. നീ സേന്തനാവാനാണ് സാധ്യത. ഒരിക്കലും നീ ആ രാജാവല്ല. സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.